വാടാനപ്പള്ളിയിൽ ബിജെപിയുടെ കിറ്റ് വിതരണം കൈയോടെ പിടികൂടിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് പോളിംഗ് ബൂത്തിലെത്തിയ തന്നെ തടഞ്ഞതെന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ. കേച്ചേരിയിലെ കോൺഗ്രസ് ബൂത്ത് സന്ദർശിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് വാടാനപ്പള്ളിയിൽ ബിജെപി വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന കിറ്റുകൾ യുഡിഎഫ് പ്രവർത്തകർ പിടികൂടി തടഞ്ഞത്. ബിജെപി വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പരീക്ഷിച്ചത്. വോട്ടർമാരെ കിറ്റ് നൽകിയും സാരി നൽകിയും മദ്യം വിതരണം ചെയ്തുമാണ് ബിജെപി സ്വാധീനിക്കാൻ ശ്രമിച്ചത്. വാടാനപ്പള്ളിയിലെ കിറ്റ് പിടികൂടിയത് തന്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് പൊതുമധ്യത്തിലുണ്ടാക്കിയത്. പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാനുള്ള അവകാശം സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ബൂത്തിലെത്തി പ്രിസൈഡിംഗ് ഓഫീസറോട് വിശദാംശങ്ങൾ തിരക്കിയത്. ഇതിനിടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ വരിയിൽ നിന്ന ബിജെപി പ്രവർത്തകൻ തന്നെ തടയാൻ ശ്രമിച്ചതും ആക്രമിക്കാൻ മുതിർന്നതും. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥാനാർത്ഥിയായ തന്നോട് പുറത്തു പോകാനാണ് പറഞ്ഞത്. ഇത് സ്ഥാനാർത്ഥിയുടെ അവകാശങ്ങളുടെ നിഷേധമാണ്. താൻ 3 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചയാളാണ്. മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇത്തവണ ബിജെപി പണമിറക്കി വോട്ട് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാനൊക്കെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് മത്സരിച്ചാണ് നിരവധി ഇലക്ഷന് സംഘടനാപരമായ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാർട്ടി ബിജെപി എന്ന പാർട്ടി വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ ഏത് രീതിയിലാണ് ജനങ്ങളുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, അത് ക്രൂരമായ ശ്രമിക്കുന്നതാണ് ബിജെപിയുടെ ഭാഗമാണ്. ഇതിനെതിരെ ശക്തമായി താൻ നിലകൊണ്ടതാണ് തന്നെ തടയുന്നതിനിടയാക്കിയതെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കണ്ടച്ചാങ്കടവ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴാണ് ബിജെപി പ്രവർത്തകൻ ടി എൻ പ്രതാപനെ തടഞ്ഞത്.